പലരും റോഡ് സൈഡിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളെ കണ്ട് ഇത് ഹോട്ടലാണോ എന്ന്, 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. റൂമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ 5 സ്റ്റാർ സ്കൂളുകൾ അന്വേഷിച്ചിറങ്ങിയതാണ്. സംസ്ഥാനത്തിലെ സർക്കാർ സ്കൂളുകൾ നന്നായിട്ടുണ്ടെന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെയും ചില സ്കൂളുകളുണ്ട്. ഒറ്റമുറി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു 5 സ്റ്റാർ സ്കൂളുണ്ട് തലസ്ഥാനത്ത്. കൂട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ മൂലക്കര ഗവൺമെന്റ് LP സ്കൂൾ. 140 വർഷം പഴക്കമുള്ള സ്കൂൾ സ്ഥാപിച്ചത് 1883-ലാണ്. 20 സെന്റിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ 71 കുട്ടികളാണുള്ളത്. നേരത്തെ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പം മാതാപിതാക്കൾ ഇങ്ങോട്ട് വിടാൻ തയ്യാറാകുന്നില്ല. കാരണം ഇതെല്ലാം ഷീറ്റെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നു. അതുപോലെ തന്നെ ഭയങ്കര ചൂടാണ്. ഓരോ കുട്ടികൾ 2 ദിവസം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഷീറ്റിൻ്റെ ചൂടും ഇതെല്ലാം കൂടെ വേർത്ത് പനിയൊക്കെ ആയിട്ട് ചുമ. ഇതുകൊണ്ട് കുട്ടികളെയൊക്കെ വിടാൻ രക്ഷകർത്താക്കൾ വിസമ്മതിക്കുക തന്നെയാണ്. മുന്നിലാണ് ബാത്റൂം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പഴയ കിണറാണ്. ഇത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ ഒരവസ്ഥയാണ്. അത് വേസ്റ്റ് കുഴിക്കായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തടി കൊണ്ടുള്ള ബോർഡുകൾ കൊണ്ടാണ് ക്ലാസുകൾ വേർതിരിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ കഴുക്കോലുകൾ ചിതലെടുത്തു, ഭിത്തികൾ വിണ്ടു. ആദ്യമുണ്ടായിരുന്ന ഓടുകൾ പൊട്ടിയതുകൊണ്ട് പകരം ഷീറ്റിട്ടത് മാത്രമാണ് ഏക വികസനം. കുട്ടികൾക്ക് പാചകം ചെയ്യാനായി വൃത്തിയുള്ള പാചകപ്പുരയില്ല. മൂത്രപ്പുരയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. സ്കൂൾ ഹൈടെക് ആക്കാൻ വേണ്ടി സർക്കാർ കമ്പ്യൂട്ടർ നൽകിയിട്ടുണ്ട്. പക്ഷെ ലാബായി സജ്ജീകരിക്കാൻ സ്ഥലമില്ല. ഇനി കുട്ടികളുടെ പാർക്ക് കാണാം. സൂപ്പറാണ്. ഇതിൽ തൊട്ടാൽ തുരുമ്പെടുത്തു മരിക്കും. സ്കൂളിലെ പാചകത്തൊഴിലാളി തലച്ചുമടായാണ് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നത്. 1,70,000 രൂപ മുടക്കി ഒരു കുഴൽക്കിണറും ടാങ്കുമൊക്കെ ഉണ്ട്. പക്ഷെ മോട്ടോറില്ല. പൈപ്പിലെ വെള്ളം നമുക്ക് വിശ്വസിച്ച് കുട്ടിയെ കൊടുക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ അത് മാലിന്യം അത് ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾ സന്തോഷത്തോടെ കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ അവർ പഞ്ചായത്തിൽ പറയുന്ന ഉടനെ തന്നെ ഇവിടെ നമ്മൾ കുടിവെള്ളം ഒരാഴ്ച കൊണ്ട് തന്നെ റെഡിയാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. പലരും റോഡ് സൈഡിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളെ കണ്ട് ഇത് ഹോട്ടലാണോ എന്ന്, 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തെറ്റിദ്ധരിച്ച് കയറി ചെല്ലുന്നുണ്ട്. റൂമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഹൈടെക് സംവിധാനങ്ങളോ 5 സ്റ്റാർ സൗകര്യങ്ങളോ ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നില്ല. സുരക്ഷിതമായി പഠിക്കാൻ ഒരു കെട്ടിടം, അതുമാത്രമാണ് ഈ കുരുന്നുകളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.